മറ്റൊരു വാർത്തയിലേക്ക്. വയനാട് പുൽപ്പള്ളി അമരക്കുനിയിൽ ഇറങ്ങിയ കടുവി ഡോക്ടർ അരുൺ സക്കറിയുടെ നേതൃത്വത്തിൽ ഇന്ന് മയക്കുവെടി വയ്ക്കാൻ സാധ്യത. പലയിടത്തായി സ്ഥാപിച്ച ക്യാമറ ട്രാപ്പുകൾ പരിശോധിക്കും. അതിനുശേഷം തുടർ നടപടികൾ ഉണ്ടാകും. സുർജിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകുന്നു. സുർജിത്ത്, ഗുഡ് മോർണിംഗ്. ഡോക്ടർ അരുൺ സക്കറി എത്തിയോ? ഗുഡ് മോർണിംഗ് എസ് കെ എൻ എത്തി. അമരക്കുനിയിലാണ് ഞാനുള്ളത്. അമരക്കുനിയിൽ ഇപ്പോൾ ദൗത്യം തുടങ്ങിയിട്ടുണ്ട്. അതായത് അവർ ഈ മേഖല കേന്ദ്രീകരിച്ച് ഇതിനപ്പുറത്തേക്ക് നമുക്ക് പ്രവേശനമില്ല. അതായത് അല്പം ഒരു തോട്ട മേഖലയാണ്. ആ തോട്ട മേഖലയിലാണ് ഇപ്പോൾ തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്പസമയം മുമ്പാണ് അരുൺ സക്കറിയും സംഘവും എത്തിയത്. DFOയും എത്തിയിട്ടുണ്ട്. DFO അജിത് കെ രാമനും ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അവർ ഇതിന് തൊട്ടപ്പുറത്ത് ഒരു തോട്ട മേഖലയാണ്. ആ തോട്ട മേഖല കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും തോക്ക് ഉൾപ്പെടെ, അതായത് ഈ മയക്കുവെടി വെക്കാനുള്ള മരുന്ന് നിറച്ച തോക്ക് ഉൾപ്പെടെ ലോഡ് ചെയ്തുകൊണ്ടാണ് സംഘം പോയിട്ടുള്ളത്. ഇത് ക്യാമറ ട്രാപ്പിൻ്റെ ഇവിടെ ധാരാളം ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ആ ക്യാമറ ട്രാപ്പിൻ്റെ വസ്തുക്കളാണ് ഈ കാണുന്നത്. അതുമായി ബന്ധപ്പെട്ട വസ്തുക്കളാണ് ഈ കാണുന്നത് എല്ലാം തന്നെ. എന്തായാലും നാട്ടുകാരും ഇവിടെ കൂടിയിട്ടുണ്ട്. അവർ കഴിഞ്ഞ ദിവസം വലിയ പ്രതിഷേധം ഉയർത്തിയതാണ്. കാരണം ഈ കടുവ 2 ആടുകളെയാണ് ഇതിനകം കൊന്നത്. ഒന്ന് ജോസഫ് എന്ന് വിളിക്കുന്ന നാരകത്തറയിൽ ജോസഫിൻ്റെ ഒരു ആടിനെ, അതിനുശേഷം തൊട്ട അടുത്ത ദിവസം തന്നെ മറ്റൊരു ആടിനെ കൂടി, അതായത് ഈ അമരക്കുനി ജംഗ്ഷനിൽ പള്ളിക്ക് സമീപത്ത് ഉള്ള ഒരു രതികുമാർ എന്നയാളുടെ വീട്ടിലെ ആടിനെയും സമാനമായ രീതിയിൽ തന്നെ കൊന്നൊടുക്കുന്ന നില ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഭീതി. കേരളത്തിൻ്റെ ഡാറ്റാബേസിൽ ഇല്ലാത്ത കടുവയാണിത്. കേരളത്തിൻ്റെ ഡാറ്റാബേസിൽ അതുകൊണ്ട് തന്നെ കർണാടകയിൽ നിന്ന് വന്ന കടുവയാണ് എന്നുള്ള സംശയമുണ്ട്. അതിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ടാകാം ഈ ചെറിയ മൃഗങ്ങളെ വേട്ടയാടാനുള്ള കാരണം അതുകൊണ്ടാകാം എന്നുള്ളതാണ് കരുതുന്നത്. ഈ നാട്ടുകാർ തന്നെ നമ്മോടൊപ്പം ചേരുകയാണ്. നിങ്ങൾക്ക് എത്രത്തോളം ഒരു ആശങ്കയുണ്ടെന്ന് അറിയാം. പ്രതീക്ഷ എത്രത്തോളം? അല്ല, പ്രതീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രതീക്ഷയുള്ളൂ. ഇല്ലെങ്കിൽ ഇപ്പോൾ ഇന്നലെ തന്നെ ഇതനുസരിച്ചിട്ട് ഇതിനെ മാറ്റുന്നില്ലെങ്കിൽ ഇപ്പോൾ 6 ദിവസമായി. ഈ 6 ദിവസത്തിൽ പുറത്തിറങ്ങാൻ കഴിയണ്ടേ? വലിയ എന്താ പറയുക, വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. വലിയ പേടിയിലാണ്, ഭീതിയിലാണ് ഈ പ്രദേശം തന്നെ. അപ്പോൾ ഈ പ്രദേശത്ത് നിന്ന് ഇതിനെ എങ്ങനെയും മാറ്റിയേ പറ്റൂ. അതിന് ശാശ്വതമായ പരിഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ മയക്കുവെടി വെച്ച് പിടിക്കുക എന്ന് തന്നെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതനുസരിച്ചുള്ള കാര്യങ്ങൾ നടക്കുമെന്ന് നോക്കട്ടെ. നടന്നില്ലെങ്കിൽ പിന്നീട് അത് മാറ്റാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ ഇടപെടും. അതിനനുസരിച്ച കാര്യങ്ങൾ ചെയ്യും. എന്തായാലും പുൽപ്പള്ളി വലിയ രീതിയിൽ ബഹുജന പ്രതിഷേധം ഉയർന്നതാണ്. നേരത്തെയും സമാനമായ രീതിയിൽ ഇപ്പോൾ അക്കത്ത് പോൾ മരിച്ച സമയത്തെല്ലാം തന്നെ നഗരത്തിൽ ഉൾപ്പെടെ വലിയ പ്രതിഷേധം നമ്മൾ കണ്ടതുമാണ്. ഈ പോകുന്ന വഴി, അതായത് ഈ പോകുന്ന വഴിക്ക് അപ്പുറത്താണ്, അവിടെയാണ് ഒരു കൂട് സ്ഥാപിച്ചിട്ടുള്ളത്. ഒരു ആടിനെ കൊന്നിട്ടത് അവിടെയാണ്, ആദ്യത്തെ ആടിനെ. ആ വഴിയിലൂടെയാണ് ഇപ്പോൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ കയറിപ്പോയിട്ടുള്ളത്. ഡോക്ടർ അരുൺ സക്കറിയുണ്ട്, അജിത് കെ രാമനുണ്ട്. അത്തരത്തിൽ ഒരു വലിയ സംഘം സന്നാഹവുമായിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത്. പക്ഷേ കടുവയെ ഇന്നലെ സ്പോട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള വിവരം കൂടി നമുക്ക് ലഭ്യമാകുന്നുണ്ട്. ക്യാമറ ട്രാപ്പിലൊന്നും കടുവയെ സ്പോട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇന്നൊരു പക്ഷേ വല്ല സാധ്യതയും ഉണ്ടോ എന്നുള്ള പരിശോധനയാണ് നടക്കുന്നത്. ഇവിടുത്തെ ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ ആശങ്ക നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ഒരുപക്ഷെ ഇതിന് അപ്പുറം ഏതാണ്ട് ഒരു 3/4 കിലോമീറ്ററിനപ്പുറം ഈ കുറിച്യാട് വനമേഖലയാണ്. വയനാട് വൈൽഡ് ലൈഫിൻ്റെ ഭാഗമായിട്ടുള്ള ആ പ്രദേശമാണ്. ആ പ്രദേശത്തേക്ക് കടുവ വലിയാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് തന്നെ അതാണ് ഏറ്റവും വലിയ ആശങ്ക. ഒരുപക്ഷെ വീണ്ടും ഇത്തരത്തിലൊരു അക്രമ സ്വഭാവത്തിലേക്ക് കടുവ വീണ്ടും വന്നാൽ, കുട്ടികൾ ഉള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഇവരെയൊക്കെ വീട്ടിലേക്ക് അയക്കാൻ ഭയമാണെന്ന് ഇന്നലെ പോലും നമ്മളുടെ ക്യാമറയ്ക്ക് മുമ്പിൽ ആളുകൾ പറയുന്നൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. സ്കൂളിലേക്കെല്ലാം അയക്കാൻ, പുറത്തിറങ്ങാനൊക്കെ ഭയമാണ് എന്നുള്ളതാണ്. ഇന്ന് ഞായറാഴ്ച ഇതുമായി ബന്ധപ്പെട്ട് അത്തരം തിരക്കുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. എന്തായാലും തെരച്ചിൽ തുടരുന്നുണ്ട് സ്കാൻ. ഇതിൽ പ്രതീക്ഷയുണ്ട്. ഒരുപക്ഷെ പിടികൂടാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയുമുണ്ട്. ആ പ്രതീക്ഷ തന്നെയാണ് എല്ലാവരും പങ്കുവയ്ക്കുന്നത് സ്കാൻ.